ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്രാവശ്യത്തെ റമദാനിലെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം റമദാൻ നമുക്ക് ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 1-നാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യത്തെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ സുഹൂറിന് വേണ്ടി എണീച്ചിട്ടാണ് ഉള്ളത്. അപ്പം രാവിലെ 4 മണിക്കാണ് ഞാൻ എണീച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് സുബഹി ബാങ്ക് കൊടുക്കുക 4:40-നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീച്ചിട്ട് രാവിലത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഫുഡ് റെഡിയാക്കാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ബ്രെഡ് ഗീയൊക്കെ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട പുഴുങ്ങി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ സൈഡിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചായയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ചായ ഞാൻ ഇന്ന് വെക്കുന്നത് സാഫ്രൺ ടീയാണ്. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ സാധാ പാൽ ചായ വെക്കുമ്പോഴും കുറച്ച് സാഫ്രൺ ഇട്ടിട്ട് കുറച്ച് മുന്നേ ഇട്ടിട്ട് തിളപ്പിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സുഹൂറിൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം എല്ലാവരും എണീച്ചിട്ടുണ്ട്. ഐസി മാത്രമാണ് നല്ല ഉറക്കിലുള്ളത്. ഞാനും ഇസിയാനും ഇസയും വാജിക്കാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഇസിയാന് എണീച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ എണീക്കുന്നു എൻ്റെ കൂടെ തന്നെ അവൻ എല്ലാത്തിനും എണീച്ചോളും. അപ്പോൾ അങ്ങനെ അവനും കൂടെ എണീച്ചിട്ടുണ്ട്. പിന്നെ അവന് ഹാഫ് നോമ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയായിട്ടുണ്ടായിരുന്നു അവന് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെയുള്ള നോമ്പ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു കിച്ചണിൽ. ലൈക്ക് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്തായിട്ട് നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അത്താഴത്തിന് എണീച്ച സമയത്ത് തന്നെ വൈകുന്നേരം ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിലാണ്. ബീഫിൻ്റെ കുഞ്ഞിപ്പത്തിൽ, ആണപ്പത്തിൽ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ ഫ്രോസൺ ആയിട്ടുണ്ടായത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആണപ്പത്തലിന് വേണ്ടിയിട്ട് പച്ചരി പുതിർത്തണം. കുറേ സ്ഥലത്ത് ഞാൻ വേറെ ടൈപ്പിൽ ലൈക്ക് നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുള്ളത് പച്ചരിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളെ നാട്ടിലധികം പച്ചരിയിലാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ സോക്കായതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ജീരകവും ഉള്ളി തേങ്ങ അതൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ ഞാനത് അരക്കുന്ന ടൈമിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ രാവിലത്തെ കുട്ടി പണികളൊക്കെ കഴിയുമ്പോഴേക്ക് പുറത്ത് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെളിച്ചമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീക്കുക മിക്കവാറും ഒരു 12-1 മണിക്കൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ളുഹർ ബാങ്കിന് ശേഷം ഇറങ്ങി എണീച്ചിട്ടുണ്ടായത്. ലൈക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമല്ല പിള്ളേരും എല്ലാവരും ആ ഒരു സമയത്ത് എണീച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അതല്ലെങ്കിൽ അവർക്ക് സ്കൂൾ ടൈമിംഗ് വരുന്നത് രാവിലെ 8 to 11:30 ആണ്. അപ്പോൾ എന്തായാലും 11:30 എണീച്ചേ പറ്റൂ. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ചധികം സമയം ഉറങ്ങാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ സോക്ക് ചെയ്ത് ആ ഒരു പച്ചരി നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു ഹാഫ് സവാള ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് 2 കപ്പ് പച്ചരിക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം, ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. അപ്പം ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത് ടൈറ്റ് ആവാൻ അനുസരിച്ച് ലൈക്ക് നമുക്ക് കയ്യിലിട്ടൊരു കുഞ്ഞു ബോളാക്കാൻ എടുക്കാൻ പറ്റുന്ന അത്ര പത്തലിൻ്റെ പൊടി, നമ്മൾ പത്തലിനാണ് പറയുക, പത്തിരീൻ്റെ പൊടിയല്ല പത്തലിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഡിഫറെൻ്റാണ്. ലൈക്ക് പത്തിരീൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന പൊടിയാണ്. പത്തലിൻ്റെ പൊടി നമ്മൾ സാധാ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ ആ ഒരു പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണപ്പത്തലിൻ്റെ മാവ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞ് ബോളാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു പണി തീർത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം അതിൻ്റെ ഇടയിൽ മക്കൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദോശ ചുട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസാക്ക് നോമ്പുണ്ട്, ഐസിക്കും ഇസിയാനും നോമ്പില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫുഡായിട്ട് ഞാൻ പുളിദോശ ഉണ്ടല്ലോ, അപ്പോൾ അത് ഓൾറെഡി മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ചുട്ടുകൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ കഴിച്ചോളും. അതുകൊണ്ടാണ് ഇതാക്കിയത്. നമുക്ക് നോമ്പുണ്ടെന്ന് വെച്ചിട്ട് അവരെ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അവർ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും. ബാക്കിയുള്ള ഫുഡൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ താണപ്പത്തിൽ കുഞ്ഞായിട്ട് ഉരുട്ടിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഞാനെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ വേവിച്ചെടുത്ത ആ സ്പോട്ടിൽ തന്നെ അല്ലാട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ടൈം അത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചൂടോടെ ഇതിങ്ങനെ മിക്സാക്കി നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. കുറച്ച് ചൂടൊക്കെ തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഓരോരോ ബോൾസായിട്ട് കിട്ടും. ആണപ്പത്തലിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നോമ്പായതുകൊണ്ട് സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഒരു തരിക്കഞ്ഞി, അതായത് തരി കാച്ചി എന്നൊക്കെ പറയും, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, അതൊക്കെ സിമ്പിളാണ്, നമുക്ക് അറിയാവുന്ന റെസിപ്പീസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്ന് കാച്ചി വെക്കുന്നുണ്ട്. നട്ട്സൊക്കെ ഇട്ടിട്ട് ഗീയിലൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം തരിക്കഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സ്നാക്സ് ആയിട്ട് ഞാൻ ഒരു ഐറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതും സിമ്പിളായിട്ടാണ്. ലൈക്ക് നമ്മൾ മുട്ടേൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട്, മൈദേൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ഇറച്ചി, മീൻസ് ബീഫിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ബോക്സ് പോലെ ആക്കുന്നത്. ഇറച്ചിപ്പെട്ടി എന്ന് അതിൻ്റെ പേര് പറയാം. അപ്പം അതാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും, പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, മക്കൾ എരിവില്ലതൊന്നും കഴിക്കില്ല, അപ്പം ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല. എന്നിട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ദോശേൻ്റെ ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഞാനൊരു നേരിയ ദോശയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് വൺ സൈഡ് കുക്കായാൽ മതി, അടിമറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ മിഡിലായിട്ട് ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മസാല ഞാൻ ഓൾറെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 4 ഭാഗം ഒന്ന് നമ്മൾ ഫ്രൈ പാനിൽ നിന്ന് തന്നെ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അധികം കുക്കാവാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്കാവും. അപ്പോൾ അങ്ങനെ ബോക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ദോശയും റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചിപ്പെട്ടി റെഡിയാകുന്ന ടൈമിൽ ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള നട്ട്സൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഉള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആൽമണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം അത് ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ ഒരു പണി ചെയ്യുമ്പം അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു പണി തീർന്നു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒരു ടൈം വെച്ചിട്ടാണ് എൻ്റെ പണിയൊക്കെ തീർക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇറച്ചിപ്പെട്ടി മുക്കി പൊരിക്കാനുള്ള ആ ഒരു മിക്സ്ചർ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും അതിലൊരു 2 ടേബിൾ സ്പൂൺ പാലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇറച്ചിപ്പെട്ടി ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും അതല്ല വേറെ എന്തെങ്കിലും ചെമ്മീനൊക്കെ വെച്ചിട്ടും എല്ലാം വെച്ചിട്ടും ഇത് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ വൺ സൈഡ് കുക്കായി കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അതായത് ഓപ്പോസിറ്റ് സൈഡ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ 4-5 കുറച്ച് വലിയ പാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീരുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഇനി ഒന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. തരിക്കഞ്ഞും അതുപോലെ തന്നെ ഈ ഒരു ഇറച്ചിപ്പെട്ടിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസൊക്കെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ജ്യൂസും അതുപോലെ തന്നെ കുഞ്ഞിപ്പത്രിക്ക് വേണ്ടിയിട്ടുള്ള ബീഫിൻ്റെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ വീഡിയോ എടുക്കുമ്പം നമ്മൾ പണിയൊക്കെ ഭയങ്കര സ്ലോ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം തരിക്കഞ്ഞിയും എല്ലാം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഫ്താറിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കാൻ പോവാണ്. ഞാൻ ടേബിളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനിയിപ്പം ബാങ്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഫസ്റ്റ് ഇഫ്താറിനുണ്ടായ ഐറ്റംസ്. അപ്പം ഈ ഇറച്ചിപ്പെട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മക്കൾക്കൊക്കെ അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഫ്താറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞിപ്പത്രീൻ്റെ, അതായത് മെയിൻ ഡിന്നറിൻ്റെ പരിപാടിയിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ മുളക് കറിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അധികം തിക്കില്ലാണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ ആക്കിയെടുക്കണം. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കുഞ്ഞിപ്പത്തിരി അതല്ലെങ്കിൽ അണപ്പത്തിരി ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഫസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ വരുന്ന കറി കോരി വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിയിലേക്കാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ചായിട്ട് കറി ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ യൂസിന് വേണ്ടിയിട്ട് ആ കറി യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിപ്പം കുറച്ച് കോരി മാറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നോക്കുമ്പം കുഞ്ഞിപ്പത്തിരിയൊക്കെ ഭയങ്കര ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അപ്പോൾ അന്നേരം കുറച്ചും കൂടെ കറി അതിലേക്ക് അയച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ബീഫിൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുഞ്ഞിപ്പത്തിരി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കറിയൊക്കെ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനലി ഇത് മൊത്തം കംപ്ലീറ്റ് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തുറക്കുമ്പം അതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. ആ ഒരു കറിവേപ്പിലേൻ്റെ അടിപൊളി ഫ്ലേവർ വന്നിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം ഇപ്പം കുറച്ച് അധികം ടൈമായിട്ടുണ്ട് ഞാൻ ഇത് കവർ ചെയ്ത് വെച്ചിട്ട്. അപ്പം കറിയൊക്കെ പിടിച്ചിട്ട് അണപ്പത്തിരിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് നിങ്ങളെ കഴിക്കുന്ന കൂടി കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇതൊന്നുമല്ല ടാസ്ക്. ഈ ഒരു കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിലൊരു കോലാണിത്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ഫുള്ള് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഇഫ്താർ, ഫസ്റ്റ് നോമ്പ് അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.